സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വലിയൊരാഗ്രഹമായിരുന്നു. അത് എൻ്റെ മോൾക്ക് പെരുന്നാക്കേക്ക് എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ഈ ഡയമണ്ട് മൈൻ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കിതിന് സാധിക്കുകയില്ലായിരുന്നു. എന്തോ ഒരു തടസ്സം അവിടെ ഉണ്ടായിരുന്നു. അത് മാറി ഞാനത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ആ മനസ്സിൽ വിചാരിച്ച മോഡലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെല്ലാം ഉഷാറാക്കാൻ പറ്റിയത് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ വന്നതുകൊണ്ടാട്ടോ. അഗെയിൻ താങ്ക് യു. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കന്നെ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ, ചില സ്ഥലത്ത് ചെറിയ സൈഡിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് അത്രത്തോളം ഇതാക്കാൻ കഴിഞ്ഞ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കിത് കഴിയുന്നു എന്നുള്ളത്. അത് പിന്നെ ആദ്യം ഞാൻ ക്ലോത്ത് വാങ്ങി, പിന്നെ അതിൻ്റെ കൂടെ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം വാങ്ങി ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് പെരുന്നാളിൻ്റെ തലേന്ന് വ്യാഴാഴ്ചയാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഇത് ഞാൻ വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഫ്രോക്ക്, ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് ഇങ്ങനെ ഓരോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചപ്പോഴും അതെനിക്കന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഇത് ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് വിഷ്വലൈസേഷൻ ചെയ്തു. ആ ഒരു ഫ്രോക്ക് പെരുന്നാൾക്ക് അവൾ ഇട്ട് നിൽക്കുന്നത് ഞാനങ്ങനെ എപ്പോഴും വിഷ്വലൈസേഷൻ അത് തന്നെ ചെയ്തു. സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ് ആക്കാൻ കഴിയോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ ഏതായാലും വിഷ്വലൈസേഷൻ അതങ്ങനെ തന്നെ ചെയ്ത്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡും ഞാൻ ചെയ്തു. അപ്പോൾ ഏതായാലും എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റി. ഞാൻ വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്ക് എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റി.